ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ. സുരക്ഷാ മാനദണ്ഡങ്ങൾ, ലൈസൻസിംഗ്, ഫീസ് നിയന്ത്രണങ്ങൾ എന്നിവ ലംഘിക്കുന്ന സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടിയുമായി ബഹ്റൈൻ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന ബില്ലിനും പാർലമെന്റ് അംഗീകാരം നൽകി. ദീർഘകാലമായി നിലനിന്നിരുന്ന 98 നിയമത്തിന് പകരമായിട്ടാണ് സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ നിയന്ത്രിക്കുന്ന 36 ആർട്ടിക്കിളുള്ള സുപ്രധാന ബില്ലിന് പാർലമെന്റ് അംഗീകാരം നൽകിയത്. ഇതിനു പിന്നാലെയാണ് ബഹ്റൈൻ വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ മുഹമ്മദ് മുബാറക് ജുമുഅ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത്. പുതിയ ചട്ടക്കൂടിൽ ലൈസൻസിംഗ്, മാനേജ്മെന്റ്, സാമ്പത്തിക സുതാര്യത, ഉത്തരവാദിത്തം എന്നിവയായി പുതിയ മാനദണ്ഡങ്ങൾ അവതരിപ്പിക്കുന്നു. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സ്ഥാപനങ്ങൾക്ക് പ്രോത്സാഹനങ്ങളും നൽകും. പാർലമെന്റിന്റെ പ്രതിവാര സെക്ഷനിൽ സംസാരിച്ച മന്ത്രി സ്വകാര്യ സ്കൂളുകൾ, നഴ്സറികൾ, കിൻഡർ ഗാർഡനുകൾ, വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ഇൻസ്പെക്ടർമാർ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ ദൃശ്യങ്ങളും അവതരിപ്പിച്ചു. സ്കൂൾ സൗകര്യങ്ങൾ നിയമവിരുദ്ധ ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചതായും കാലഹരണപ്പെട്ട ഫയർ എക്സ്റ്റിങ്ക്വിഷറുകൾ, സുരക്ഷാ ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ അപര്യാപ്തമായ അഗ്നിസുരക്ഷാ മുൻകരുതലുകളും കണ്ടെത്തിയിരുന്നു. പുതിയ നിയമത്തിൽ ശിക്ഷകളും കർശനമാക്കിയിട്ടുണ്ട്. സ്ഥാപനങ്ങളുടെ ചെലവിൽ പൊതുജനങ്ങളെ അറിയിക്കൽ, സേവനങ്ങൾ താൽക്കാലികമായി നിർത്തലാക്കൽ, ജീവനക്കാരെ പിരിച്ചുവിടൽ അല്ലെങ്കിൽ 1 ലക്ഷം ദിനാർ വരെ പിഴ എന്നിവ ശിക്ഷകളിൽ ഉൾപ്പെടുന്നു. ഗുരുതരമായതോ ആവർത്തിച്ചുള്ളതായ ലംഘനങ്ങൾക്ക് സ്കൂളുകളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും. 6 മാസം വരെ മന്ത്രാലയത്തിന്റെ ഭരണനിയന്ത്രണം ഏർപ്പെടുത്തും. അല്ലെങ്കിൽ ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കൽ എന്നിവയും നേരിടേണ്ടി വരും. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മുൻകൂർ അനുമതിയില്ലാതെ ട്യൂഷൻ ഫീസിലോ പുതിയ ചാർജുകളിലോ മാറ്റം വരുത്താൻ അനുവാദമില്ലെന്നും ഡോക്ടർ ജുമുഅ വ്യക്തമാക്കി. പുതിയ നിയമം ഷുറ കൗൺസിലിന് കൈമാറിയിട്ടുണ്ട്. ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ നിലവിലുള്ള എല്ലാ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നിശ്ചിത സമയപരിധിക്കുള്ളിൽ അവരുടെ നിലവിലെ പദവി നിയമപ്രകാരം ക്രമീകരിക്കേണ്ടി വരും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ക്ലബ് ഫുട്ബോളിലെ വൻകരകളുടെ പോരാട്ടമായ ഇന്റർ കോണ്ടിനൽ കപ്പിന്റെ പ്രീ സെയിൽ ടിക്കറ്റ് വിൽപ്പന ആരംഭിച്ചു. ഖത്തറിലെ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ഡിസംബറിലാണ് മത്സരം. വിസ കാർഡ് ഉടമകൾക്ക് നവംബർ 22 വരെ ടിക്കറ്റുകൾ സ്വന്തമാക്കാം. വിസ കാർഡ് ഉടമകൾ www.roadtoqatar.qa എന്ന വെബ്സൈറ്റിലൂടെ ടിക്കറ്റ് സ്വന്തമാക്കാം. 20 ഖത്തർ റിയാലാണ് ടിക്കറ്റ് നിരക്ക്. നവംബർ 23 രാവിലെ 8 മുതൽ പൊതുവിൽപ്പനയും ആരംഭിക്കും. ഫിഫ ലോകകപ്പ് മത്സരങ്ങളുടെ വേദികളിലൊന്നായ അഹമ്മദ് ബിൻ അലി സ്റ്റേഡിയത്തിൽ ഡിസംബർ 10, 13, 17 തീയതികളിലാകും ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് നടക്കുക. ഫിഫ കോൺഫെഡറേഷൻസ് കപ്പിലെ അവസാന 3 മത്സരങ്ങൾക്കാണ് ഖത്തർ ആതിഥേയത്വം വഹിക്കുന്നത്. തുടർച്ചയായ 2ാം വർഷമാണ് ഖത്തർ ടൂർണമെന്റിന്റെ മത്സരങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം ചൂടിയ PSG ആണ് ഈ സീസണിലെ ഫൈനലിസ്റ്റ്. ഡിസംബർ 17 PSG മാറ്റുരയ്ക്കുന്നത്. ഇതിനു മുമ്പായി മറ്റ് വൻകരകളിലെ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനുള്ള അമേരിക്കൻ കപ്പ്, ചലഞ്ചർ കപ്പ് മത്സരങ്ങളും ഖത്തറിൽ നടക്കും. ചലഞ്ചർ കപ്പിലെ വിജയികളാകും ഫൈനലിൽ യൂറോപ്യൻ ചാമ്പ്യന്മാരായ PSG നേരിടുന്നത്. ഡിസംബർ 10 അമേരിക്കൻ ചാമ്പ്യന്മാരെ കണ്ടെത്തുന്നതിനുള്ള അമേരിക്കൻ കപ്പ് ഡെർബി മുതലാണ് ഖത്തറിലെ മത്സരങ്ങളുടെ തുടക്കം. മെക്സിക്കോയിൽ നിന്നുള്ള ക്രൂസ് അസൂലും സൗത്ത് അമേരിക്കൻ ചാമ്പ്യന്മാരും തമ്മിലാകും ആദ്യ മത്സരം. ഡിസംബർ 13 നടക്കുന്ന ചലഞ്ചർ കപ്പ് മത്സരത്തിൽ അമേരിക്കൻ കപ്പ് ജേതാക്കൾ ആഫ്രിക്ക, ഏഷ്യ പസഫിക് നോക്കൌട്ട് മത്സരത്തിലെ വിജയിയെ നേരിടും. ചലഞ്ചർ കപ്പ് വിജയിക്കുന്ന ടീമാകും 17 നടക്കുന്ന ഇന്റർ കോണ്ടിനെന്റൽ കപ്പ് ഫൈനലിൽ PSG നേരിടുന്നത്. എല്ലാ ടിക്കറ്റുകളും ഡിജിറ്റൽ രൂപത്തിലായിരിക്കും ലഭ്യമാകുക. കൂടാതെ ഭിന്നശേഷി ആരാധകർക്കായി പ്രവേശന സൗകര്യമുള്ള സീറ്റിംഗ് ഓപ്ഷനുകളും ഉണ്ടാകും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ദുബായിൽ ട്രാഫിക് പിഴയിൽ ഇളവെന്ന സന്ദേശം തട്ടിപ്പെന്ന RTA. പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയം. ട്രാഫിക് പിഴകൾക്ക് 50% ഇളവ് നൽകാമെന്നും ദുബായ് റോഡ് ഗതാഗത അതോറിറ്റിയുടെ മറ്റു സേവനങ്ങൾക്ക് ഡിസ്കൗണ്ട് നൽകാമെന്നും വാഗ്ദാനം ചെയ്താണ് പുതിയ തട്ടിപ്പ്. UAE-യിലെ പിഴത്തുകകൾ ഓൺലൈനായി ഇന്ന് അടച്ചാൽ പകുതി മാത്രം മതിയെന്ന വാഗ്ദാനം നൽകിയാണ് ഇമെയിലുകൾ മുഖേനയും സമൂഹമാധ്യമങ്ങൾ മുഖേനയും തട്ടിപ്പ് സന്ദേശങ്ങൾ പ്രചരിക്കുന്നത്. ഈ പരസ്യങ്ങളിൽ നൽകിയിരിക്കുന്ന പേജ് തങ്ങളുടേതല്ലെന്നും RTA വ്യക്തമാക്കി. RTAയുടെ പേരിൽ നടക്കുന്ന തട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ട പലരും ഇക്കാര്യം അധികൃതരെ അറിയിക്കുകയായിരുന്നു. തുടർന്നാണ് RTA തട്ടിപ്പിൽ വീഴുതരുന്ന മുന്നറിയിപ്പ് കൈമാറിയത്. RTAയുടെ ഔദ്യോഗിക ചാനലുകളിലല്ലാതെ ലഭിക്കുന്ന ലിങ്കുകൾ ക്ലിക്ക് ചെയ്യരുതെന്നും അനധികൃത ഉറവിടങ്ങളിലേക്ക് പണം അയക്കരുതെന്നും അധികൃതർ നിർദ്ദേശിച്ചു. RTAയുടെ വെബ്സൈറ്റ്, ടിക്കറ്റ് ഓഫീസുകൾ, വെൻഡിംഗ് മെഷീനുകൾ എന്നിവ ഉപയോഗിച്ച് മാത്രമേ പിഴകളടയ്ക്കാവൂ എന്നും അധികൃതർ വ്യക്തമാക്കി.
അതിനിടെ രാജ്യത്ത് ഓൺലൈൻ തട്ടിപ്പുകൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ UAE സൈബർ സെക്യൂരിറ്റി കൗൺസിലും ആഭ്യന്തര മന്ത്രാലയവും പൊതുജനങ്ങൾക്ക് ഇതിനെതിരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വ്യാജ ട്രാഫിക് പിഴകൾ, യാത്രാ ടിക്കറ്റുകൾ, വ്യാപാര പ്ലാറ്റ്ഫോമുകൾ തുടങ്ങിയ തട്ടിപ്പുകളിൽ നിന്ന് ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.